ഇപ്പം ഞാൻ തെന്മലയിലെ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. തോണിച്ചാലിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വീടിൻ്റെ മതിൽ ആന തകർത്ത് കളഞ്ഞു. എ വി ജയശങ്കർ ചേരുന്നു നമുക്കൊപ്പം കൊട്ടാരക്കരയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ജയശങ്കർ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ തോണിച്ചലിൽ കാട്ടാന ഇറങ്ങുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. ആ വനമേഖലയിൽ നിന്ന് പുറത്തെത്തിയ കാട്ടാന ഈ പ്രദേശത്തെ ഒരു റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ചു. ഈ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി ഇതിനെ തുരത്താനുള്ള ഒരു ശ്രമം കഴിഞ്ഞ ദിവസം രാത്രി ഏറെ നീണ്ടും നടത്തി. പക്ഷേ ഈ കാട്ടാന തിരിച്ചു പോകാൻ തയ്യാറായില്ല. ഇതിനിടയിലാണ് കാട്ടാന ഈ റോഡ് അരികിലുള്ള ഒരു വീടിൻ്റെ മതിൽ തകർക്കുന്നൊരു സംഭവം ഉണ്ടായത്. പിന്നീട് വീണ്ടും ഈ കാട്ടാന ഈ റബ്ബർ തോട്ടത്തിലേക്ക് തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയൊരു ജനവാസ മേഖലയ്ക്ക് അടുത്താണ് കാട്ടാന എത്തിയത്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് ജനങ്ങളുടെ വീടുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കാട്ടാന പ്രവേശിക്കാൻ തയ്യാറായില്ല. ഈ കാട്ടാന കൂടുതൽ സമയം ഈ ജനവാസ മേഖലയിലാണ് നിന്നത്. ഇതിനിടയിലാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കവും മറ്റും പൊട്ടിച്ച് കാട്ടാനയെ തുരത്താൻ നിരവധി മണിക്കൂറുകൾ ശ്രമിച്ചെങ്കിലും ഇത് തയ്യാറായില്ല. പിന്നീട് ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് നീണ്ട മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ കാട്ടാനയെ തുരത്തിയത്. ഈ തെന്മല പ്രദേശത്തൊരു പ്രത്യേകത, ഈ തെന്മല പ്രദേശത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ കാട്ടാന ഇറങ്ങുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ ഈ തെന്മല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കാട്ടാന ശല്യത്തെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വാർത്തയും നൽകിയിട്ടുണ്ട്. ഈ വനം വകുപ്പും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ ആധുനിക സൗകര്യങ്ങളുടെ പരിമിതിയാണ് വനം വകുപ്പ് നേരിടുന്ന വെല്ലുവിളി. എന്തായാലും വേനൽ മാറി മഴയായി. വനം വകുപ്പ് ഇത്രയും കാലം പറഞ്ഞിരുന്നത് കാടിനുള്ളിൽ ഈ ആനയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ലാത്തതുകൊണ്ടാണ്, പുല്ലില്ലാത്തതുകൊണ്ടാണ് നാട്ടിലിറങ്ങുന്നതാണ്. പക്ഷേ ഇപ്പോൾ മഴക്കാലമാണ്, മൺസൂണാണ്, എന്നിട്ടും കാട്ടാന ഇറങ്ങുന്നു എന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കാരണം രാത്രി ഉണർന്ന് എണീക്കുമ്പോൾ കാട്ടാനയെ കാണേണ്ട അവസ്ഥയിലാണ് തെന്മലയിലെ പല പ്രദേശങ്ങളും. ഇത് വലിയ ദുരിതമാണ് ഇവരെ സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇറങ്ങിയ കാട്ടാന മൂലം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ജനവാസ മേഖലയിലെ ഒരു വീടിൻ്റെ മതിൽ മാത്രമാണ് കാട്ടാന പൊളിച്ചത്. പക്ഷേ ഇനി നാളെയും ഇതുപോലെ കാട്ടാന ഇറങ്ങുമോ എന്നൊരു ആശങ്കയിലാണ് എസ് കെ എൻ ഈ പ്രദേശത്തെ ആളുകൾ. ഓക്കെ, താങ്ക് യു. എ വി ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.